ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് വെറും ഒരു രാഷ്ട്രീയ പ്രശ്നം മാത്രമാണ്. കാരണം ജനങ്ങൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആരും തന്നെ പട്ടികയിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ വലിയ വിമർശനങ്ങളും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനാണ്. രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ആൾക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് വിമർശനങ്ങൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് മറുപടി പറയുകയല്ല നമ്മളെ പണി റിപ്പോർട്ടിംഗ് ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിലേക്ക് പോകേണ്ടതില്ല. അദ്ദേഹത്തിന്റെ വിമർശനം അദ്ദേഹം വിമർശന സ്വരത്തിൽ ഉന്നയിക്കുന്നു എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. എന്തായാലും സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ ഈ 15 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി അത് സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട്. പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി അത് കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതിയോടെ അവിടെ അംഗീകരിച്ച് സംസ്ഥാന നേതൃത്വത്തിന് നൽകി കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി ഈ മാസം 27 എന്തായാലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. 27-ാം തീയതിയോട് കൂടി തന്നെ 20 സ്ഥാനാർത്ഥി ചിത്രവും പുറത്തു വരും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. CPIയുടെ 4 സ്ഥാനാർത്ഥികളെ 26-ാം തീയതി പ്രഖ്യാപിക്കുമ്പോൾ 27-ന് CPM-ന്റെ 15 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. നേരത്തെ തന്നെ കോട്ടയം സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് എം തോമസ് ചാഴിക്കാടിനെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഈ 2 പാർട്ടികളുടെ 19 സ്ഥാനാർത്ഥികൾ കൂടി വരുമ്പോൾ നേരത്തെ പ്രഖ്യാപിച്ച് ഒന്നുകൂടി ചേരുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലാണ് ഇടതുമുന്നണി ഉള്ളത്. അമൃത. ശരി, സേഫ് സെയിൻ ലാബ്ദീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. LDF-ന്റെ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക ആയിരിക്കുകയാണ്. സാധ്യതാ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പത്തനംതിട്ടയിൽ തോമസ് ഐസക്, വടകരയിൽ KK ശൈലജ, കോഴിക്കോട് എളമരം കരീം, ചാലക്കുടിയിൽ C രവീന്ദ്രനാഥ്, പൊന്നാനിയിൽ ലീഗ് മുൻ നേതാവ് KS ഹംസ, ആലപ്പുഴയിൽ AM ആരിഫ്, കൊല്ലത്ത് M മുകേഷ്, ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണൻ എന്നിവരാണ് സ്ഥാനാർത്ഥികളായി നിലവിലിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സേഫ് തുടരുന്നുണ്ട്. സേഫ്, നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ C രവീന്ദ്രനാഥിന്റെയും അതുപോലെ തന്നെ മന്ത്രി രാധാകൃഷ്ണന്റെയും കാര്യമായിരുന്നു. ഇരുവരും ഇനി മത്സരിക്കാനില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നീട് ഈ ചർച്ചകൾക്കൊടുവിലാണോ ഇരുവരും വീണ്ടും ഈ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ പാർട്ടി പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയത്? അതെ അമൃത, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടായിരുന്നു നമ്മൾ ഒരു ഗസ്റ്റിലേക്ക് പോയത്. അത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. രവീന്ദ്രനാഥിന്റെ പേര് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നു. പക്ഷേ അദ്ദേഹം മത്സരിക്കാനില്ല എന്ന നിലപാട് CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പക്ഷേ ജില്ലാ നേതൃയോഗങ്ങളിലേക്ക് ഇത് വന്നപ്പോൾ പേര് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം മത്സരിക്കണം എന്ന നിലപാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നു. അപ്പോഴും തനിക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. പക്ഷേ പാർട്ടി നേതൃതലത്തിലേക്ക് വരുമ്പോൾ അവിടെ C രവീന്ദ്രനാഥ് തന്നെ മത്സരിക്കണം എന്ന പൊതുവികാരമാണ് പാർട്ടിക്കുള്ളിലുണ്ടായത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ഉണ്ടാകുന്നത്. അങ്ങനെയാണ് C രവീന്ദ്രനാഥ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ആലത്തൂരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം മത്സരിക്കാനില്ല എന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പക്ഷേ പാർട്ടി നേതൃത്വം അത് അംഗീകരിച്ചില്ല. അത് K രാധാകൃഷ്ണൻ തന്നെ അവിടെ മത്സരിച്ചാൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിക്കാരൻ കൂടിയായ K രാധാകൃഷ്ണൻ അത് അംഗീകരിക്കുന്നത്. അത് പിന്നീടുള്ളത് ഈ 2 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ് എതിർപ്പുകൾ, അവരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുകൾ ഉയർന്നു വന്നു. പക്ഷേ രണ്ടുപേരും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് അംഗീകരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് അങ്ങനെയാണ് ഇതിനകത്ത് അന്തിമ തീരുമാനം ആയിരിക്കുന്നത്. 3 ജില്ലാ സെക്രട്ടറിമാർ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നുണ്ട് അമൃത. ഒന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി B ജോയിയാണ്. ആറ്റിങ്ങൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ഇടതുമുന്നണി തുടർച്ചയായി വിജയിച്ച് വന്നിരുന്ന മണ്ഡലമായിരുന്നു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മൊത്തത്തിലുള്ള വേവ്, ഒരു ഭരണവിരുദ്ധ വികാരം എല്ലാം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ആ സീറ്റ് കഴിഞ്ഞ തവണ നഷ്ടപ്പെടുന്നത്. ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ള 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതെല്ലാം ഇടതുമുന്നണിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഭൂരിപക്ഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണിക്കുണ്ട്. അങ്ങനെയാണ് B ജോയിയെ മത്സരത്തിന് വേണ്ടി ഇറക്കാം എന്ന ആലോചന വരുന്നത്. ജില്ലാ സെക്രട്ടറിയാണ്, ആ മണ്ഡലത്തിൽ പരിചിതനായ ആളാണ്. അങ്ങനെയാണ് V ജോയി അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. M മുകേഷിന്റെ പേര് ആദ്യം പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ജില്ലാ നേതൃത്വം രജി ലൂക്കോസ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രജി ലൂക്കോസ്, സാധ്യതാ പട്ടിക വരുമ്പോൾ, സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എങ്ങനെ കാണാം ഇത്തവണത്തെ ഈ ഒരു ലിസ്റ്റിനെ? മറ്റു മാധ്യമങ്ങളും പുറത്തുവിട്ടിരിക്കുന്ന ലിസ്റ്റ് ശരിയാണെന്നുണ്ടെങ്കിൽ കരുത്തരായ സ്ഥാനാർത്ഥികളാണ്, ജനകീയ അടിത്തറയുള്ള സ്ഥാനാർത്ഥികളാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചോളം സിറ്റിംഗ് MLA-മാർക്കാണ് അവർ മുഴുവൻ സീറ്റ് നൽകിയിരിക്കുന്നത്. K സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഒടുവിൽ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പല കോൺഗ്രസ് MP-മാർക്കും നിലവിൽ ഈ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് അടൂർ പ്രകാശ്
അതുപോലെ നമ്മുടെ TN പ്രതാപൻ, K മുരളീധരൻ, K സുധാകരൻ, ഇവരെ പോലുള്ളവർ തങ്ങൾക്കിനി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പരസ്യ നിലപാടുകൾ മാസങ്ങൾക്ക് മുമ്പ് എടുത്തവരാണ്. മറ്റൊരു സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ഗതികേട് കൊണ്ടാണ് കോൺഗ്രസ് അവർക്ക് സിറ്റിംഗ് MP-മാർക്ക് സീറ്റ് നൽകിയിരിക്കുന്നത്. ഇത്തവണ രാഹുൽ തരംഗം ഒന്നും കേരളത്തിൽ ഏശത്തില്ല. നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ ഒരു തരംഗം മറ്റു ചില ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ടായിരുന്നു 2019 19 സീറ്റ് അവർ വിജയത്തിലേക്ക് അടുപ്പിക്കാൻ അവരെ സഹായിച്ചത്. ഇത്തവണ അങ്ങനെ രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിലില്ല. തന്നെയുമല്ല, കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ കോൺഗ്രസ് MP-മാര്, ഘടകകക്ഷികളെക്കാൾ ഉപരിയായിട്ട് കോൺഗ്രസ് MP-മാര് കേരള വികസനത്തിന് മുഴുവൻ കേരള വികസനത്തിനും എതിരായി കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് സമ്മർദ്ദം ചെലുത്തുകയും BJP-യോടൊപ്പം ചേർന്ന് നിവേദനം നൽകുകയും ചെയ്ത ചരിത്രമാണ് കേരളത്തിലുള്ളത്. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്ക് അനുകൂലമായിട്ട് അതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡ് CAA പോലെയുള്ള എന്താ പറയാ ബില്ലുകൾ അവതരിപ്പിച്ചപ്പോൾ നിശബ്ദത കൈക്കൊണ്ട കുറെ MP-മാരാണ് കേരളത്തിൽ നിന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ ഫാസിസ്റ്റ് നയത്തിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാതെ കണ്ട് ഒരു തരത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തത് BJP-യിലെ MP-മാരാണെന്നുള്ളൊരു തോന്നലുണ്ടാക്കത്തക്ക രീതിയിലുള്ള മോശമായ പ്രകടനമാണ് അവർ പാർലമെന്റിൽ കാഴ്ചവെച്ചത്. അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ നിങ്ങൾ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പുറത്തുവിട്ടിരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ഞാൻ പറഞ്ഞല്ലോ ആധികാരികമായ ഒരു അഭിപ്രായം പറയാനായിട്ട് പറ്റത്തില്ല, കാരണം പാർട്ടി 28-ാം തീയതി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുള്ളെങ്കിലും ജനകീയ അടിത്തറയുള്ള നേതാക്കന്മാരാണ്. തന്നെയുമല്ല, കോൺഗ്രസിനെ സീറ്റ് വിജയിപ്പിച്ചുകൊണ്ട് യാതൊരു പ്രയോജനം ഇല്ല എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. കോൺഗ്രസ് ഹിന്ദിയുടെ ഉത്തരേന്ത്യയിലെ ഹൃദയഭൂമിയിൽ ഏതാണ്ട് ഇല്ലാതായിരിക്കും. ദക്ഷിണേന്ത്യയിൽ മാത്രമേ ഇപ്പോൾ കോൺഗ്രസ് ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയെ പിടിച്ചു നിർത്തുന്നതിലോ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ് ഒരു പരാജയമാണ്. പ്രതിപക്ഷ ഐക്യത്തിന് അനിവാര്യമാണ്. BJP-ക്കെതിരെ ഒരു പ്രതിപക്ഷ ഐക്യത്തിന് മുമ്പോട്ട് വരണമെങ്കിൽ അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്നുള്ളൊരു ട്രെൻഡ്, ഒരു തോന്നൽ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലുണ്ട്. 100% ഇത്തവണ ഭൂരിപക്ഷം സീറ്റിൽ ഇടതുപക്ഷം ജയിക്കും. നിങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ഇപ്പോൾ വെളിയിൽ വിട്ടിരിക്കുന്ന ഈ ലിസ്റ്റ് വളരെ സ്വാഗതാർഹമാണ്. ഇതിലെ ഓരോ സ്ഥാനാർത്ഥിയും ജനങ്ങളുടെ മനസ്സ് തിരിച്ചറിയാവുന്ന ജനകീയ അടിത്തറയുള്ള പേരുകളാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം സീറ്റുകളിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മജോറിറ്റിയിൽ ജയിക്കാനുള്ള സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത്.